ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട്. കാരണം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ദിവസം ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല, ലോങ് വർക്കിലായിരുന്നു. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പേ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇതുപോലെ കമ്മൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതുപോലൊരു കമ്മൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ തന്നെ എനിക്ക് ഏട്ടൻ മേടിച്ച് തന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അത് കൂടാതെ അത് കഴിഞ്ഞ് ഏട്ടൻ ലോങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കൂടാതെ ഇതുപോലെ 3 ടോപ്പ് മേടിച്ച് അലമാരിയിൽ സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു. അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം ലോങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നെ ആ ഒരു ചുരിദാറുകളാണ് ഗിഫ്റ്റ് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോകാം എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ റെഡിയായി നിന്ന് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങി. പാർക്കിലെത്തിയപ്പോൾ കുറച്ചധികം വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുട്ടികൾ എത്തിയ പാടെ നല്ല കളിയിലാണ്. പാർക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. അവർ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ഓട്ടമായിരുന്നു, നല്ല കളിയായിരുന്നു. അതിൽ നമുക്ക് ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിലേക്കൊക്കെ ഇറങ്ങിയത് ഇതുപോലെ നല്ല ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ചോളവും അതുപോലെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ഇതുപോലെ ബദൽപൂരി, പാനിപ്പൂരി എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രസമാണ് കേട്ടോ. ഇതെല്ലാം കഴിച്ച് നോക്കാനായിട്ട് നല്ല ചൂടോടുകൂടി ആ ഒരു തണുപ്പത്ത് കാറ്റൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ കൂടാതെ DJ പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ ന്യൂ ഇയർ വരേക്കും DJ പരിപാടികളൊക്കെ ഒരുപാടുണ്ടാവും. അടുത്ത് തന്നെ ഇതുപോലെ നല്ല ക്രിസ്മസ് ട്രീയും അതുപോലെ സ്റ്റാറുകളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു സ്ഥലം കാണാൻ. കുറച്ചധികം നേരം തന്നെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രിസ്മസ് ട്രീ ആണ്. നല്ല രസമായിരുന്നു. അതിനടിയിൽ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറിയത് സാൾട്ടിലാണ്. സാൾട്ടിൻ്റെ ആംബിയൻസ് എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടത്, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ മക്കൾ അപ്പനെ സോപ്പിട്ട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.